ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 67 റിവ്യൂ ആണ്. നമുക്കിത് സാധാരണ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 67 ഇന്നത്തെ എപ്പിസോഡിലെ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കില്ല. നാളെ പുതിയ എപ്പിസോഡിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും, പുതിയ ലൈവിന് വേണ്ടി കാത്തിരിക്കും, പുതിയ ഗെയിമിന് വേണ്ടി കാത്തിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഇതൊക്കെ അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തില്ലെങ്കിൽ വലിയ വിഷമാണ്. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് എന്തിനാണ് എന്നെ വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് പോണത്? നമ്മൾ എല്ലാ ഗെയിമേഴ്സിനെ കുറിച്ചിട്ടും നല്ലത് പറയാറുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് 2 പോയിന്റുകൾ പറയുന്ന സമയത്ത് എന്തിനാണ് ഈ ദേഷ്യം? നാളെ അവരുടെ മോശം ഗെയിം വരാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, അല്ലെങ്കിൽ വഴിപാടോ നേർച്ചയോ കൂടോത്രോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക. അങ്ങനെ മോശം ഗെയിം വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് മോശം പറയാം. അല്ലാതെ വെറുതെ ഇരുന്നിട്ട് ചുമ്മാ മോശം പറയാൻ വേണ്ടി സാധിക്കുമോ? നമുക്കിത് ബിഗ് ബോസ് സീസൺ 6 സാധാരണ ഒരു എപ്പിസോഡാണ്. ചില ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വന്ന് ആവശ്യപ്പെടുന്നത് ഇത് അങ്ങനെയുള്ള ഒരു റിയാലിറ്റി ഷോ ആയിട്ട് നിങ്ങൾ കാണരുത്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻട്രോ മാറ്റാം. ഞാൻ ഇങ്ങനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ഏഷ്യാനെറ്റ് എന്നിവർ ആറ്റംബർഗ്, അമൃതവേണി എന്നിവരുടെ അടുത്ത് നിന്ന് സഹായം സ്വീകരിച്ച് മോഹൻലാലിനെ വെച്ച് നടത്തപ്പെടുന്ന പുനലൂർ ഒരു പെൺകുട്ടിക്ക് കപ്പ് കൊടുക്കൽ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും, അതിൻ്റെ എപ്പിസോഡ് 67ലേക്ക്, അതിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എന്ന് പറയണോ? അവർക്കെന്ത് പ്രാന്താണ് ഈ പറയുന്ന ഒരു കപ്പ്? ഈ കപ്പിൽ അത്ര വലിയ എന്തെങ്കിലും സംഭവം ഇരിപ്പുണ്ടോ? ഇതിൻ്റെ 50 ലക്ഷം എന്ന് പറയുന്ന പ്രൈസ് മണിയെ കുറിച്ചിട്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഈ 50 ലക്ഷത്തിന് വേണ്ടി കുടുംബത്തുള്ള കഥയും കുടുംബക്കാരെയും അതേപോലെ തന്നെ നമ്മളുടെ 24 മണിക്കൂറിലെ എല്ലാ കാര്യങ്ങളും കൊണ്ടേ പണയം വെക്കുന്ന വിഡ്ഢിത്തരമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. 1 മില്യൺ വ്യൂസ് ഉള്ള ഒരു യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തിലെ 2 മണിക്കൂറിലെ ഒരു എഫേർട്ട് 10 മിനിറ്റിലെ വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1 മില്യൺ വ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടും 50,000 രൂപ. ഡെയിലി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? ഒരു മാസം 10-15 ലക്ഷം രൂപ കയ്യിലിരിക്കില്ലേ? മിനിമം 10-15 ലക്ഷം രൂപ കയ്യിലിരിക്കും. പ്രൊമോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഡെയിലി 10,000, മറ്റേ റിനോഷിന് 10,000 ആണ് കൊടുത്തതെന്ന്, 10,000 രൂപയ്ക്കൊക്കെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ ഇതിലേക്ക് പോയി തലവെക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഷോക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം നഷ്ടങ്ങൾ സംഭവിക്കുന്ന, ഒത്തിരിയധികം ട്രോമകൾ ഏൽക്കേണ്ടി വരുന്ന, ഒത്തിരിയധികം വിലപിക്കേണ്ടി വരുന്ന ആ ഒരു ആൾക്കാരുടെ പേരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റ് പ്രചരിപ്പിക്കാതിരിക്കുക. എന്തിനാണ് ഈ പറയുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ വന്നിട്ട് എന്ത് സമയമാണ് കളയുന്നത്? ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. രാവിലെ നമ്മളിങ്ങനെ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്നു, അപ്പോഴേ ഹെയ്റ്റ് വരികയാണ്. ഈ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളവന് നഷ്ടമാണ്. ഉള്ളവന് നഷ്ടമാണ്. ഹെയ്റ്റ് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആരുടെ ഉള്ളിലാണോ ഇരിക്കുന്നത് അയാൾക്കാണ് നഷ്ടം. അല്ലാതെ ഒരു 10-25 ആൾക്കാർ വന്നിട്ട്, അല്ലെങ്കിൽ ഒരു 30 ആൾക്കാർ വന്നിട്ട് എന്നെ വളരെ മോശമായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻഡിവിജ്വലി ആ ഒരു ഹെയ്റ്റ് വയ്ക്കുമോ? ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും, അത് ഇന്നവൻ്റെ PR ആണ്. അതോടെ പരിപാടി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ചില റിവ്യൂവേഴ്സൊക്കെ ആയിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത്, ഇന്ന് അവൻ്റെ PR വന്നിരുന്നു കേട്ടോ, ഭയങ്കര ശല്യമാണ് അവന്മാർ എന്ന് പറയും. ഇത്രേ ഉള്ളൂ പരിപാടി. അല്ലാതെ ഇതിനകത്ത് വേറെ വല്ല സംഗതിയൊന്നുമില്ല. അതേപോലെ തന്നെ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർ കമൻറ്റ് ഇടാൻ വേണ്ടി വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ആഡ് മുകളിൽ പ്ലേ ആവും. ഈ ഹെയ്റ്റ് കമൻ്റ് ആണെങ്കിലും അല്ലാത്ത കമൻ്റ് ആണെങ്കിലും നമ്മളുടെ അക്കൗണ്ടിലേക്ക് അത് 1 പൈസ ആണെങ്കിലും 2 പൈസ ആണെങ്കിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയ്റ്റ് ഉള്ളവൻ എന്ത് ലാഭമാണുള്ളത്? അവന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഇപ്പോൾ സൈബർ അറ്റാക്ക് നേരിടുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് അവർക്കെതിരെ ഹെയ്റ്റ് വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ സംഭവിക്കുന്നത്? 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അവരുടെ ഗെയിം ഒന്ന് മാറി അത് മജോറിറ്റിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവർ കയറി സ്റ്റാർ ആവും. ഈ ഹെയ്റ്റ് വെച്ചോനിൽ കുറേയധികം ആളുകൾ അത് കണ്ട് വീണ്ടും ആകെ മാനസിക സംഘർഷത്തിലായി അവൻ്റെ ദിനവും അവൻ്റെ മൊമെൻറ്റുകളും ആകെ മൊത്തത്തിൽ ഇടങ്ങേറിലാവും. ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്, അതൊരു സംഭവമാണ്. അവർക്ക് മറ്റേ റിവ്യൂ പരിപാടികൾ അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റുകളൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മജോറിറ്റി ഇങ്ങനെ എടുത്തിട്ട് ആർക്ക് ആണോ ഹെയ്റ്റ് ഉള്ളത് അവരെ അങ്ങോട്ട് പിടിച്ചിട്ട് അവരെ അങ്ങോട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യും. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റവന്യൂ ആയിരിക്കും. ആദ്യ ഘട്ടങ്ങളിൽ ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരിക്കും. നെഗറ്റീവ് കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ മലയാളികളാണ്, അതേപോലെ തന്നെ മജോറിറ്റി പൊതുബോധമാണ്. അത് പെട്ടെന്ന് മറിയും. നാളെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മജോറിറ്റിയെ തൃപ്തിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഇമോഷൻസിനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവർ കയറി പോസിറ്റീവ് ആവും. ഈ നെഗറ്റീവ് ഇട്ടവന് പിന്നെ പോസിറ്റീവ് പറയാൻ പറ്റത്തില്ല. അതാണ് ഈ യൂട്യൂബേഴ്സിന്റെ പ്രശ്നം. പിന്നെ അവൻ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് അവനെ എല്ലാവരും കൂടെ വന്ന് വലിച്ചിട്ടടിക്കും. അപ്പോഴത്തേനും അവന് ശരിക്കും ഹെയ്റ്റ് ആവും. ശരിക്കും ഹെയ്റ്റ് ആയിട്ട് അതിൻ്റെ പുറകെ നടക്കും. അങ്ങനെയുള്ള കുറേയധികം ട്രാഷുകളാണ് ബിഗ് ബോസ് ഈ മലയാളത്തിൽ വരുന്ന സമയത്ത് സ്ഥിരം നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല. അതേപോലെ കളിയിൽ നിന്ന് പാതി വഴിയിൽ പുറത്തു പോകുന്ന ചില ആളുകൾ അകത്തുള്ള ആളുകളോടുള്ള പകയുമായിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്. കാരണം അവിടെ വൻ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അവൻ അവിടെ നിൽക്കുന്നു, ഇയാൾ പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റത്തില്ല.
പുറത്തിറങ്ങിയിട്ട് അവർക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തും. അത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി പറയുന്നത് കേട്ടു, ഞാനൊന്നും മാറി നിന്നാണ്, ജസ്റ്റ് 2-3 ദിവസത്തേക്ക് ബിഗ് ബോസിൽ നിന്നൊന്ന് മാറി നിന്നാണ്, അവരെന്നെ തിരിച്ചു കയറ്റിയില്ല. എനിക്ക് പുറത്തു പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാറി. ഇതൊരു ഗെയിം ഷോ അല്ലേ, മാറി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് മാറി നിന്നിട്ട് തിരിച്ചു കയറാൻ പറ്റും? അത് അവരുടെ കച്ചവടത്തെ ബാധിക്കും. ഇത് കച്ചവടമാണെന്ന് അറിഞ്ഞിട്ടല്ലേ തല വയ്ക്കുന്നത്. മിനിമം കോമൺ സെൻസ് ഉള്ള മീഡിയയൊക്കെ അറിയാവുന്ന ആളുകൾ ഈ ഒരു ഷോയിൽ തല വയ്ക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. 24 മണിക്കൂർ കണ്ടന്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. 24 മണിക്കൂർ കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ള ഒരാൾക്ക് അറിയാം അത് എത്ര രൂപയുടെ കണ്ടന്റ് ആണെന്നുള്ളത്. അപ്പോൾ അതതിൻ്റെ കച്ചവടമാണ്. അത് അറിഞ്ഞിട്ട് കൊണ്ട് തല വെച്ചിട്ട് പിന്നീട് അകത്തുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് പുറത്തുള്ള ആൾക്കാരെ ഉപദ്രവിച്ച് നിർത്തിയിട്ട് പോവുക. മണ്ടത്തരം പറ്റും. ബിഗ് ബോസിലേക്ക് പോയിട്ട് പല ആളുകൾക്ക് മണ്ടത്തരം പറ്റും. ഇതിൻ്റെ കച്ചവടം മനസ്സിലാവത്തില്ല. അവർ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് തള്ളും. മണ്ടത്തരം പറ്റിക്കഴിഞ്ഞാൽ, ഏത് മണ്ടത്തരം പറ്റിക്കഴിഞ്ഞാലും പിന്നെ കരക്കാരെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കാണ് പറ്റിയത്, നമ്മൾ പറ്റിക്കപ്പെട്ടു, അത് നമ്മളുടെ പ്രശ്നം കൊണ്ടാണ്. ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അതൊരു പാഠമായിട്ട് ഉൾക്കൊള്ളുക. അല്ലാതെ അതത്തെ പിടിച്ച് തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് സമയം പോകും. അവർ ഓൾറെഡി കുറച്ച് സമയവും മനസ്സമാധാനവും നമ്മളെ മണ്ടനാക്കുന്ന ഒരു സാഹചര്യവും മുതലെടുത്തു. വീണ്ടും അതിന് പിറകെ ഇരുന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് ചില കണ്ടസ്റ്റൻസിനോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ്. ഇനി എപ്പിസോഡ് 67 റിവ്യൂയിലേക്ക് പോകാം. ചില ആളുകൾ ബോറടിച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരിക്കും. ലൈവിനകത്ത് വലിയ സംഗതികളൊന്നുമില്ല. ഫാമിലി വീക്കാണ്. ഫാമിലി വീക്ക് വരുന്ന സമയത്ത് കുറേയധികം ആളുകൾ ശ്രീധുവിൻ്റെ അമ്മയോട് ഹെയ്റ്റുമായിട്ട് നടക്കുന്നത് കണ്ടു. എന്തിനാണ് ഹെയ്റ്റ് വയ്ക്കുന്നത്? നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. അമ്മമാർക്ക് പെൺമക്കളെ കുറിച്ചിട്ട് ഒരു ആദി ഉണ്ടാവാറുണ്ട്, അവർക്ക് ഒരു പേടി ഉണ്ടാവാറുണ്ട്. അത് അവരുടെ ആ ഒരു സോഷ്യൽ കണ്ടീഷനിങ് കാരണമാണ്. ഈ കഴിഞ്ഞ തവണ സെറീനയുടെ അമ്മ വന്ന സമയത്തും റിനീഷിന്റെ വീട്ടിൽ നിന്ന് വന്ന സമയത്തും ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെയാണ് കൊടുത്തത്. അവർക്കൊരു ആദ്യമുണ്ട്. എന്നാൽ ആൺകുട്ടികളിലെ അമ്മമാർ വരുന്ന സമയത്ത്, അവരുടെ പെങ്ങന്മാർ വരുന്ന സമയത്ത് അവർക്ക് ഇത് ഇഷ്ടമാണ്. കാരണം മെൻ ആർ പ്രിവിലേജ്ഡ്. ഇപ്പം അർജുന് ഒരു ചീത്തപ്പേര് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പം അതിനകത്ത് വലിയ ഹെയ്റ്റ് ഒന്നും വയ്ക്കാതിരിക്കുക. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഹോട്ട്സ്റ്റാർ ഫാൻ കോൺടെസ്റ്റ് ആയിരുന്നു. അർജുൻ ഇൻവിസിബിൾ ആയിട്ട് നടക്കണം എന്നുള്ളതാണ്. അർജുൻ ഇൻവിസിബിൾ ആയിട്ട് ആറാടുകയാണ്. ഭയങ്കര രസമായിരുന്നു, കുറേയധികം മൊമെന്റ്സുകൾ. പിന്നെ അവസാനം മൊത്തത്തിൽ എല്ലാവരും നനയും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയ സമയത്ത് ബിഗ് ബോസ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പറയുകയായിരുന്നു. ഇതിനിടയ്ക്ക് അർജുൻ പല ആളുകളുടെ മുഖത്ത് ക്രീം തേക്കുന്നുണ്ട്, വെള്ളം എടുത്തൊഴിക്കുന്നുണ്ട്, ശ്രീധുവിനോട് ഒരു രക്ഷയില്ലാത്ത ക്രിഞ്ചി ഡയലോഗ് അടിക്കുന്നുണ്ട്. പിന്നെ സിജോയെ കാട്ടുതീ എന്ന് വിളിച്ച് അപമാനിക്കുന്നുണ്ട്. വലിയ കഷ്ടമായിപ്പോയി സിജോ എന്ന കാട്ടുതീയുടെ കാര്യം പറഞ്ഞത്. അതിൻ്റെ അപമാനം സിജോ നേരിടുന്നുണ്ട്. അപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ട് മല മറിക്കാൻ വേണ്ടി വന്ന അർജുനെ തിരിച്ച് കളിയാക്കുന്നുണ്ട്. ഈ ക്രിഞ്ചി മൊമെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അത് ഇത്തിരി കൂടിപ്പോയി, അത് മുതലെടുപ്പ് ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അമ്മയ്ക്ക് ടെലിപ്പതി സിഗ്നൽ കിട്ടിയെന്ന് തോന്നുന്നു. അമ്മ വന്നപ്പോൾ തന്നെ ആ കാര്യങ്ങളാണ് പറഞ്ഞത്. പാവമ്മ പറഞ്ഞു ഇത്തിരി ഓവറായിപ്പോയി. ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് വാൺ ചെയ്തു വിട്ടു. അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം. ഇന്ന് ആദ്യം ഹൗസിലേക്ക് വന്നത് അർജുൻ്റെ ഫാമിലിയാണ്. അമൃതമായി അഭയമായി ജനനി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു. നല്ലൊരു പാട്ടാണ്. അപ്പോൾ അർജുൻ്റെ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ അർജുനും ശ്രീധുവും ഒക്കെ ഒറിജിനലാണ് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്. അതിപ്പോൾ അൻസിബയുടെ കാര്യത്തിലും ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ അർജുൻ്റെ ചേച്ചി ഭയങ്കര വൈബുള്ള ഒരാളാണ്. അപ്പോൾ അർജുൻ്റെ ചേച്ചി ഇന്നൊരു പ്രാങ്ക് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം ലൈവിൽ കണ്ടു. ബിഗ് ബോസ് അതിന് അപ്രൂവൽ കൊടുത്തില്ല എന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെയോ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതോ നടന്നോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ലൈവ് അത്രയധികം ഇരുന്ന് കണ്ടില്ല. കാരണം എനിക്ക് ഫാമിലി മൊമെന്റ്സ് അതൊന്നും കാണാനായിട്ട് നമ്മുടെ സമയം മെനക്കെടുത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് മാത്രം വന്നത്, മറ്റുള്ള വീഡിയോ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാഞ്ഞത്. അതേപോലെ അർജുൻ്റെ ഫാമിലി പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എപ്പോഴും ദുഃഖമാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് അർജുൻ ആകെ മൊത്തത്തിൽ കിളി പോയി ആ പുറത്തെ സോഫയിൽ പോയി ഇരിക്കാറുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് അർജുനെ കണ്ട സമയത്തും അർജുന് വീട്ടുകാരെ കണ്ട സമയത്തും കുറേ ആശ്വാസം കിട്ടുന്നുണ്ട്. പിന്നെ അർജുൻ്റെ ആ ഒരു കോംബോയെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് വീട്ടുകാർക്കുള്ളത്. ശ്രീധു ഭയങ്കര കോമഡിയാണ്. അപ്പോൾ ചേച്ചിക്ക് അതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അർജുനും ഒരു പോസിറ്റീവ് ഫീൽ കിട്ടി. പുറത്ത് വലിയ കുഴപ്പമില്ല എന്നുള്ളത് അർജുന് മനസ്സിലായി. ശ്രീധു ടോട്ടലി അമ്മ വരുന്നതിന് മുൻപ് തന്നെ ഈ അമ്മയുടെ റിയാക്ഷനൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ശ്രീധുവിനറിയാം ശ്രീധുവിൻ്റെ അമ്മ എന്താണ്, ശ്രീധുവിൻ്റെ അമ്മ എന്ത് പറയും എന്നുള്ളത് ശ്രീധുവിനറിയാം. അത് റസ്മിനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഐ ലവ് യു മമ്മി എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് ശ്രീധു ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ആ ഒരു പാട്ടൊക്കെ പാടിയാണ് ഇരിക്കുന്നത്. ശ്രീധു ആവശ്യപ്പെട്ട പാട്ടിൻ്റെ അകമ്പടിയോടെ ശ്രീധുവിൻ്റെ അമ്മ ഇന്നോവ കാറിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ്. നല്ല രസമുള്ളൊരു ഇന്നോവ കാർ. ഇന്നോവയ്ക്ക് ഇത്ര ഭംഗിയുണ്ട് എന്നുള്ളത് ഈ ഫ്രെയിം കാണുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അതൊരു താളത്തിലാണ് വന്നിറങ്ങുന്നത്.
മമ്മി അർജുനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ചില വീഡിയോസിൻ്റെയൊക്കെ തമ്പനയിലിൽ കണ്ടിരുന്നു. എങ്ങനെ മൈൻഡ് ചെയ്യാനായിട്ടാണ്? ഈ കഴിഞ്ഞ തവണ മറ്റേ അനിയൻ മിഥുൻ്റെ മുടിയിൽ ഉള്ള കലാപരിപാടികളെ കുറിച്ചിട്ട് സെറീനയുടെ അമ്മ പറഞ്ഞാണ് ഈ ഒരു സമയത്ത് ഞാൻ ഓർത്തത്. അമ്മമാർ വളരെ നൈസായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഉറക്കമില്ലാത്ത കണ്ണുകൾ ശ്രീധുവിന് ഉണ്ടാവരുത് എന്നുള്ള കരുതലിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങാൻ വൈകരുത്, ലൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ പോയി കിടന്ന് ഉറങ്ങേണ്ടതുണ്ട്. രാത്രി നമ്മുടെ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർ കാത്തിരിക്കുന്ന കണ്ടന്റിന് വേണ്ടി ക്യാമറകൾ തുറക്കാറുണ്ട്. അപ്പോൾ അവിടെ കൂടുതലും കപ്പിൾ സംഭവങ്ങളാണ്. അത് ഒരു അമ്മയ്ക്ക് അത്രയധികം താല്പര്യമുള്ള ഒരു സംഗതി ആയിരിക്കില്ല. അമ്മ പറയുമ്പോഴത്തേന് കുറച്ച് നെഗറ്റീവ് ആവുന്നുണ്ട്. നിന്റെ സ്കിൽസ് ഒക്കെ പുറത്തെടുത്തിട്ട് നീ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല, നീ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവ്, ഈ ക്യാമറകളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, എനിക്കെല്ലാം കാണാൻ കേട്ടോ എന്ന് പലതവണ പറയുന്നുണ്ട്. ഇതിങ്ങനെ ഓവറായ സമയത്ത് ശ്രീധുവിൻ്റെ മുഖം ഒന്ന് മാറിയ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ബിഗ് ബോസ് ശ്രീധുവിൻ്റെ അമ്മയെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഇതിനു മുമ്പ് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് കൺഫെഷൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു പരിപാടിയിൽ ബിഗ് ബോസ് ഒതുക്കി. ശ്രീധുവിൻ്റെ അമ്മ കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുന്നു. ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞതല്ലേ കണ്ടസ്റ്റൻസിന് നെഗറ്റീവായിട്ടുള്ള അങ്ങനെ എന്തോ പറഞ്ഞു, മത്സര വീര്യം കെടുത്തുന്ന തരത്തിലേക്ക് നെഗറ്റിവിറ്റി കൊടുക്കരുത്, പോസിറ്റീവായിട്ട് വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. ഏതായാലും വന്നതല്ലേ, മധുരം കഴിച്ചിട്ട് ടാസ്ക് ലെറ്റർ പോയി വായിച്ചോളാൻ പറഞ്ഞു. ഇന്നത്തേത് വെളുപ്പിക്കൽ ടാസ്ക് ആണ്. അമ്മോ വെളുപ്പിക്കൽ വെളുപ്പിക്കൽ വെളുപ്പിക്കൽ, ജാസ്മിനെ വെളുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കുറേ ദിവസമായിട്ട് കാണുന്നു. ഇനി എന്ത് വെളുക്കാനിടേ എനിക്കറിയില്ല. വേറെ എന്തുവാണ്, നിങ്ങൾ ഏത് ഗെയിമറുടെ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏത് ഗെയിമറാണ് സൂപ്പർ ഗെയിമർ ആയിട്ട് ഞാൻ പറയേണ്ടത് എന്നുള്ളതൊന്ന് പറയാമോ? ഏത് ഗെയിമറുടെയാണ് ഞാൻ സൂപ്പറായിട്ട് പറയേണ്ടത്? എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോപ്പ് ഗെയിമേഴ്സായിട്ട് ജിൻഡോയും ജാസ്മിനാണ് തോന്നുന്നത് കേട്ടോ. അല്ലാത്ത ആൾക്കാരുടെ പേരും എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ ഒന്ന് നോക്കാം അത് പറ്റുമോ എന്നുള്ളത്. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്, ഇവിടെ ഞാനാണല്ലോ രാജ. അപ്പം ഞാനിങ്ങനെ നോക്കാം അവരുടെ ഗെയിം എങ്ങനെയുണ്ടെന്ന്, എന്നിട്ട് ഞാൻ പറയാം. ഈ വെളുപ്പിക്കൽ ടാസ്കിൽ ജഡ്ജസിനെ അനൗൺസ് ചെയ്യുകയാണ്. ഋഷിയാണ് നെസ്റ്റിൽ നിന്ന് വരുന്നത്, ടണലിൽ നിന്ന് സിജോ വരുന്നുണ്ട്, ഡെന്നിൽ നിന്ന് ജിൻഡോ, പീപ്പിൾ ടീമിൽ നിന്നിട്ട് ശ്രീധു. അപ്പോൾ ഗംഭീരമായിട്ടുള്ള കഴുക്കാണ്. ഉടുതുണിയൊക്കെ പറിച്ച് പ്ലേറ്റ് കഴുകി തുടച്ച് വൃത്തിയുടെ പാഠങ്ങൾ ബിഗ് ബോസ് വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു കണ്ടസ്റ്റൻസ് ഇന്ന് ചെയ്തത്. ഈ ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകുന്ന സമയത്ത് ഇട്ടിരുന്ന വിയർത്ത ബനിയനൊക്കെ എടുത്തത് തുടയ്ക്കുന്ന ആത്മാർത്ഥതയൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. എനിക്ക് അറപ്പായിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്ന ടൈപ്പ് ഒരു പാത്രമല്ലേ, അവിടെ മൂക്ക് തുടയ്ക്കാനായിട്ടും കണ്ണീര് തുടയ്ക്കാനായിട്ടും കൈ തുടയ്ക്കാനായിട്ടും ഒക്കെ ഇഷ്ടംപോലെ മറ്റേ ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ച് ചെയ്യാറുണ്ടെങ്കിൽ ഈ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലായിരുന്നു. അലമ്പ്, അച്ചറ അലമ്പായിരുന്നു അവിടെ കിടന്ന്. ജാസ്മിനൊക്കെ എന്തോ അലമ്പായിരുന്നു. ഒച്ചയിട്ടിട്ടാണ് ഒരു പാത്രം കഴുകുന്നത്. എനിക്കറിയില്ല, ഇവർ ഒച്ചയിട്ടിട്ടായിരുന്നു പാത്രം കഴുകുന്നത്. അലമ്പോട് അലമ്പ്. ഈ ഒച്ച കൂടുന്ന സമയത്ത്, ആള് കൂടുന്ന സമയത്ത് പാമ്പ് ചാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഭയങ്കരമായിട്ട് സ്ലോ ആവും. വലിയ കാര്യമായിട്ടുള്ള ഔട്ട്പുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു പാത്രങ്ങൾ അത്രയധികം ഭീകരമായിട്ടുള്ള രീതിയിൽ അലമ്പായിരുന്നു എന്നുള്ളത്. ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് 19 പാത്രങ്ങൾ കഴുകിയ ഡെന്നാണ്. 13 പാത്രങ്ങൾ കഴുകി നെസ്റ്റും ടണലും സെക്കൻഡ് പൊസിഷൻ എടുത്തിരിക്കുന്നു. തേർഡ് പീപ്പിൾ ടീമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 67 പ്രധാനപ്പെട്ട സംഭവങ്ങൾ. BB+ എന്തെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഈ ഫാമിലി വീക്ക് ഈ സീസണിൽ അത്രയധികം നൈസായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെയാണ്. 100 ദിവസമൊക്കെ ഇത് എങ്ങനെ തയ്ക്കുമെന്നുള്ളത് എനിക്കറിയില്ല. തികയ്ക്കാൻ സാധ്യതയില്ലേ എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നാറുണ്ട്. എന്ത് ഗെയിമാണിത്, ഒരു താല്പര്യമില്ല, വയ്യവർക്ക്. ഷോ ഡയറക്ടേഴ്സിനൊന്നും വയ്യ. ഇന്ന് ഇവിടെ ജോലിക്കാർക്കൊക്കെ കുക്ക് ചെയ്ത പാത്രം ഒന്ന് അവരെ കൊണ്ടങ്ങ് കഴിയിച്ചേക്കാം, എന്നാൽ ഇതൊരു ടാസ്ക് ആയിക്കോട്ടെ, എന്നെങ്കിൽ ഇവരുടെ തുണി ഒന്ന് അലക്കിച്ചേക്കാം, അതൊരു ടാസ്ക് ആയിക്കോട്ടെ എന്നുള്ള പരിപാടിയാണ്. വേറെ ഒരു പരിപാടിയും ഇതിനകത്ത് കാര്യമായിട്ട് നടക്കുന്നില്ല. ഇടയ്ക്ക് ഇതിന് ടാങ്ക് കലക്കി കൊടുക്കും എല്ലാവർക്കും. ആ ഒരു ടാങ്ക് അങ്ങോട്ട് കുടിക്കും. പിന്നെ വേറെ വലിയ സംഭവമൊന്നുമില്ല. മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ ഒന്നുമില്ല. മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഫാൻ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുന്നു. അത്ര നേരം കഴിഞ്ഞിട്ടാണ് 10 മണി 11 മണി ആകുമ്പോഴത്തേനും കണ്ടാണ് 10 മണിക്ക് കണ്ട ഒരു ഫാൻ കോൺടെസ്റ്റ് കൊടുക്കും. അതുവരെ ഇവരിങ്ങനെ പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് നടക്കുകയാണ്. കണ്ടസ്റ്റൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിം പ്ലാൻ ഇല്ല. ഗെയിം പ്ലാൻ ഇവർക്ക് പ്രോപ്പറായിട്ടില്ല. ഈ സീസൺ മൊത്തത്തിൽ കൊണ്ടേ കുളവാക്കി നശിപ്പിച്ചിട്ടുണ്ട്. ഇത് അധികം കാലം പോവോ? ബിഗ് ബോസ് മലയാളം അധികം കാലം പോയി ഇങ്ങനെയാണെങ്കിൽ? കാരണം ഇതിനകത്ത് മറ്റേ കൊള്ളാവുന്ന എൻ്റർടൈൻമെൻറ്റ് പരിപാടികളില്ല, കൊള്ളാവുന്ന ഗെയിം പരിപാടികളില്ല, ഒന്നുമില്ല. വെറുതെ കുറച്ച് കരച്ചിലും പിടിച്ചിലും, പുറത്ത് കുറേ എണ്ണം വന്നിട്ട് അവറ്റകളുടെ കരച്ചിലും പിടിച്ചിലും പല്ലുകടിയും ഹെയ്റ്റ് ക്യാമ്പയിനും അല്ലാതെ ഈ പരിപാടിക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏതൊരു പരിപാടിക്കും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് മലയാളം ശ്രമിക്കുന്നത്.
പിന്നെ ഇമാതിരി സീരിയൽ എത്ര കാലമായിട്ട് നടത്തുന്നല്ലേ, എന്നിട്ടും പരസ്യങ്ങൾ കിട്ടുന്നുണ്ട്, അവർക്ക് സ്പോൺസേഴ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെ നടന്നു പോകുന്നതായിരിക്കും. ഏതെങ്കിലും ട്രോമകളുള്ള, കരയാനും പിഴിയാനും ഒക്കെ മടിയില്ലാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് അവർ ഓഡിഷൻ നടത്തി എടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.